നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. വളരെ കൃത്യമായ രീതിയിൽ റിസൾട്ട് എല്ലാം പബ്ലിഷ് ചെയ്യുന്നതും എൻട്രി ചെയ്യുന്നതും ഈ ഒരു വിഭാഗത്തിൽ നിന്നാണ്. നമ്മൾ റിസൾട്ട് എൻട്രി സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ മേധാവികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നിങ്ങളുടെ പേരൊന്ന് പരിചയപ്പെടും. ദിലീപ്. സ്കൂള് കരുളായി സ്കൂള്. എൻ്റെ ഒരു രാജേഷ്, നാരോക്ക ഹയർ സെക്കൻഡറി സ്കൂളിൽ. രമ്യ, BRC നിലമ്പൂരിലാണ്. വിനോദ് കുമാർ, പുള്ളി സ്കൂൾ. ഇത് മാത്രമല്ല, ഇവർക്ക് പിന്നിൽ ഒരുപാട് അധ്യാപകർ ഈ റിസൾട്ടിന് പിന്നിലുണ്ട് എന്നുള്ളതാണ്. സാർ, എന്താണ് കൃത്യമായി നമ്മുടെ ഈ ഒരു സെക്ഷന് കൈകാര്യം ചെയ്യുന്നത്? ഈ ഒരു പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചത് മേള 4-ാം തീയതിയാണ് തുടങ്ങുന്നതെങ്കിലും അതിന് ഒരാഴ്ച മുമ്പ് മുതൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ സ്കൂളിൽ നിന്നുള്ള ഓൺലൈൻ എൻട്രി, അതുപോലെ തന്നെ പാർട്ടിസിപ്പൻറ്റ് കാർഡ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ഞങ്ങൾ 4-ാം തീയതിക്ക് ഒരാഴ്ച മുമ്പ് നമ്മളിതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്. മേളയുമായി സംബന്ധിച്ച് പറയുമ്പോൾ 4-ാം തീയതി രാവിലെ മുതൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ച ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് ഏറ്റവും ആദ്യം ഇവിടെ ലൈവ് ആകുന്ന ഈ ഓഫീസാണ്. ഈ ഓഫീസിൽ നിന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ രേഖകളും അതാത് വേദികളിൽ കൃത്യസമയത്ത് എത്തിച്ച് അതിനുള്ള ഒഫീഷ്യൽസിനെ അവിടെ തയ്യാറാക്കി കൃത്യസമയത്ത് റിസൾട്ട് നൽകുന്ന രീതിയിലേക്ക് വളരെ കാര്യക്ഷമമായിട്ടാണ് ഈ ഒരു കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 200-ലധികം അധ്യാപകർ KST എന്ന് പറയുന്ന കേരളത്തിനകത്തുള്ള ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായിട്ടുള്ള KST ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. KSTയുടെ നേതൃത്വത്തിൽ ഇത്രയും അധികം അധ്യാപകരെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സമയബന്ധിതമായിട്ട് റിസൾട്ട് അടക്കം പ്രഖ്യാപിച്ച് കൃത്യസമയത്തിനകത്ത് ഓരോ വേദികളിലും പരിപാടികൾ നടത്തി അവസാനിപ്പിച്ച് ഇന്ന് നമ്മൾ മേളയുടെ സമാപനം 6 മണിക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് കൂടെ ആ സമയത്തേക്ക് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എനിക്ക് പുറകിൽ കാണുന്ന ധാരാളം അധ്യാപകർ ഇതിൻ്റെ ഓൺലൈൻ എൻട്രിയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് IT വിഭാഗം വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാര്യക്ഷമമായി ഇത് പ്രവർത്തിച്ചു പോകുന്നതാണ് ഈ മേളയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഇതുതന്നെയാണ് 5 ദിവസം പിന്നിടുകയാണ് നമ്മുടെ കലാമേള. ഇതിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. ഇതുവരെ യാതൊരു വെല്ലുവിളികളും നേരിടാതെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് റിസൾട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ. അധ്യാപകരാണ് നമ്മളോടൊപ്പം ചേർന്നത്. ക്യാമറ പേഴ്സൺ സമാസിനോടൊപ്പം അർഷാദ് അൻവർ, ന്യൂസ് ത്രെഡ്, കരുളായി.